ഗുഡ് മോർണിംഗ്. നമുക്ക് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മിക്കവാറും എല്ലാം നിങ്ങൾ എഴുതി കാണും. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോണം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4, ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3, എൻ ഓഫ് എ ക്രോസ് ബി ക്രോസ് സി ഈക്വൽ ടു 24. ക്ലിയർ അല്ലേ? എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ്. ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ്. എ ക്രോസ് ബി ക്രോസ് സിയിൽ എത്ര എലമെൻറ്റ്സ്? എത്ര എലമെൻറ്റ്സാ? 24. അപ്പോൾ സിയിൽ എത്രയായിരിക്കണം? 4 × 3 12. 12 × 2 12 × 2. അപ്പോൾ 12 × 2 24. അപ്പോൾ സിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ്? 2 ആയിരിക്കും. ഓക്കെ, എഴുതി കാണുമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 2. The number of elements of the set AB such that 2a square plus 3b square equal to 35. A comma B belong to Z, where Z is the set of all integers. അവിടെ എയും ബിയും ഇൻറ്റിജേഴ്സാണ്. എയും ബിയും എന്താണ്? ഇൻറ്റിജേഴ്സാണ്. പിന്നെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ ഇൻറ്റിജർ ആയിരിക്കണം, ബിയും ഇൻറ്റിജർ ആയിരിക്കണം. എയും ഇൻറ്റിജർ ആയിരിക്കണം, ബിയും ഇൻറ്റിജർ ആയിരിക്കണം. പിന്നെ ഈ റിലേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: 3b² ഈക്വൽ ടു 35 മൈനസ് 2a². ഇത് ഇന്ന് b² ഈക്വൽ ടു എന്ത് വരും? 35 മൈനസ് 2a² ബൈ 3. 35 മൈനസ് 2a² ബൈ 3. നമുക്കിനി ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. എയും ബിയും ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം, 0യും വരാം. നമ്മളിവിടെ എക്ക് 0 കൊടുക്കുന്നു. എക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഈ ടേം 0 ആയിപ്പോവും. ശരിയല്ലേ? ബാക്കി 35/3 എന്ന് വരും. 35/3. 35/3 ഒരു ഫ്രാക്ഷനാണ്. 35/3 ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട, ഫ്രാക്ഷൻ വേണ്ട, ഇൻറ്റിജേഴ്സ് മതി. ഇനി എക്ക് നമ്മൾ 1 കൊടുക്കുന്നു. എക്ക് എന്ത് കൊടുക്കുന്നു? 1. എക്ക് 1 കൊടുത്താൽ എന്ത് വരും? 35 മൈനസ് എക്ക് 1 കൊടുത്താൽ 2 × 1 ബൈ 3. അതായത് 35 മൈനസ് 2 ബൈ 3 എന്ന് പറഞ്ഞാൽ 33/3 എന്ന് പറഞ്ഞാൽ 11 വരും. ശരിയല്ലേ? 11 വരും. b² 11 വന്നു. അപ്പോൾ ബി എന്ത് വരും? √11 വരും. അത് ഇൻറ്റിജർ അല്ല. അതെന്തല്ല? ഇൻറ്റിജർ അല്ല. അപ്പോൾ എക്ക് 2 ശരിയാവില്ല. അടുത്ത് എക്ക് നമ്മൾ 3 കൊടുക്കുന്നു, അല്ല 2 കൊടുക്കുന്നു. എക്ക് 1 ശരിയാവില്ല. എക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. എക്ക് 2 കൊടുത്താൽ എന്ത് വരും? b² എന്ന് പറഞ്ഞാൽ 35 മൈനസ് 2² 4. 4 × 2 8 ബൈ 3. ശരിയല്ലേ? 35 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 27. 27/3. 27/3 ഈക്വൽ ടു 9. അപ്പോൾ b² ഈക്വൽ ടു 9 വരും. b² ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ b പ്ലസ് ഓർ മൈനസ് 3. b എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 3. അപ്പോൾ a 2 കൊടുക്കും. അത് 3 ഓക്കെയാണ്. പ്ലസ് 3 മൈനസ് 3 ഓക്കെയാണ്, ഇൻറ്റിജർ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പോൾ 2 3 വരാം, 2 മൈനസ് 3 വരാം. അതുപോലെ -2, എക്ക് -2 കൊടുത്താലും ഇതുപോലെ തന്നെ കിട്ടില്ലേ? എക്ക് -2 കൊടുത്താലും ഇതൊക്കെ തന്നെ സംഭവിക്കും. അപ്പോൾ ഏതൊക്കെ വരാം? 2 3 വരാം, 2 -3 വരാം, -2 3 വരാം, -2 -3 വരാം. ശരിയല്ലേ? നോക്കിയേ, 2 3 വരാം, 2 -3 വരാം, -2 3 വരാം, -2 -3 വരാം. ഇപ്പം 4 എണ്ണമായി. ഇനി എക്ക് നമ്മൾ 3 കൊടുക്കുന്നു. എക്ക് 3 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 3² 9 വരും. 35 മൈനസ് 9 × 2 18/3. 18/3. ഇതും ഫ്രാക്ഷനാണ് വരുന്നത്. ഇതും എന്ത് വരും? ഫ്രാക്ഷൻ വരും. അപ്പോൾ അത് വേണ്ട. അടുത്ത എക്ക് നമ്മൾ 4 കൊടുക്കുന്നു. എക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? 4. അപ്പോൾ എന്ത് വരും? 35 മൈനസ് 4² 16 × 2 32/3 എന്ന് പറഞ്ഞാൽ 35 മൈനസ് 32 3/3 1 വരും. b² ആണ് 1. അപ്പോൾ b എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 1.
ബി എന്ത് വരും? +or-1. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 കൊടുക്കുമ്പോൾ 1 വരാം, 4 കൊടുക്കുമ്പോൾ -1 വരാം, അതുപോലെ -4 കൊടുക്കാം 1 വരാം, -4 കൊടുക്കുമ്പോൾ -1 വരാം. അങ്ങനെ 8 എണ്ണമായി. ഇനി എക്ക് നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 35 - 5² 25, 25 × 2 50 വരും. അപ്പോൾ അതെന്തായി? നെഗറ്റീവായി. b² നെഗറ്റീവ് എടുക്കില്ലല്ലോ, സ്ക്വയർ ഉണ്ട്, b² ആണ്, b അല്ല b² ആണ്. b² നെഗറ്റീവ് എടുക്കണ്ട, അപ്പോൾ ബി ഇമാജിനറി ആയി പോകും, ശരിയല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മൊത്തം എത്ര ഓർഡേർഡ് പേര് വരുന്നുണ്ട്? 4. അവിടെ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഓർഡേർഡ് പേർ എ ബി വരുമെന്ന്. എത്ര എണ്ണം വരും? 8. അങ്ങനെയാണ് ആൻസർ 8 ആയത്. ക്വസ്റ്റ്യൻ നമ്പർ 3. The two sets A and B are having 99 elements in common. Then the number of elements common to each of the sets A cross B and B cross A. നമ്മൾ തിയറി പറഞ്ഞായിരുന്നു എയിലും ബിയിലും n എലമെൻറ്റ്സ് കോമൺ ഉണ്ടെങ്കിൽ, എയിലും ബിയിലും n എലമെൻറ്റ്സ് കോമൺ ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും എത്ര എലമെൻറ്റ്സ് കോമൺ കാണും? n² എലമെൻറ്റ്സ് കോമൺ കാണും. നമ്മൾ തിയറി പറഞ്ഞ ഓർക്കുന്നുണ്ടോ? എയിലും ബിയിലും n എലമെൻറ്റ്സ് കോമൺ ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും n² എലമെൻറ്റ്സ് കോമൺ. ഇവിടെ എയിലും ബിയിലും എത്ര എലമെൻറ്റ്സ് കോമൺ? 99 എലമെൻറ്റ്സ് കോമൺ. അപ്പോൾ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും 99² എലമെൻറ്റ്സ് കോമൺ. ഓക്കെ, സോ ആൻസർ 99². അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. Let y is equal to set 1, 2, 3, 4, 5, a is equal to set 1, 2, b is equal to set 3, 4, 5 and 5 denotes null set. Okay. If a cross b denotes Cartesian product of the sets a and b, then y cross a intersection y cross b is y cross a intersection y cross b. ഈ y cross a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെ വരും? 1, 1 വരും, 1, 2 വരും, 2, 1 വരും, 2, 2 വരും, 3, 1, 3, 2 എക്സെട്ര അറിയാമല്ലോ. y ക്രോസ് ബി എന്ത് വരും? 1, 3 വരും, 1, 4 വരും, 1, 5 വരും, ശരിയല്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള കോമൺ എലമെൻറ്റ്സ് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇപ്പം y ക്രോസ് എയിൽ 1, 1 ഉണ്ട്, അത് y ക്രോസ് ബിയിൽ ഇല്ലല്ലോ, ഇല്ല. y ക്രോസ് എയിൽ 1, 2 ഉണ്ട്, ബിയിൽ 2 ഇല്ല, അപ്പോൾ അവിടെ 1, 2 വരില്ല. y ക്രോസ് എയിൽ 2, 1 ഉണ്ട്, y ക്രോസ് ബിയിൽ 2, 1 വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ് ഒന്നും വരില്ല. അപ്പോൾ y ക്രോസ് എ ഇൻ്റർസെക്ഷൻ y ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. Let capital A is equal to x, y, z, b is equal to a എന്ന് പറഞ്ഞാൽ സെറ്റ് x, y, z, b എന്ന് പറഞ്ഞാൽ സെറ്റ് a, b, c, d. Which of the following is not a relation from a? അതിലേതാണ് എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ അല്ലാത്തത്? അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നായിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നായിരിക്കണം, ശരിയല്ലേ? എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നായിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നായിരിക്കണം. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നാണ്, സെക്കൻഡ് എലമെൻറ്റ് എയും സിയും ബിയിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെയാണ്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ്. ബി നോക്കിക്കേ, വൈ സി വൈ ഡി, വൈ ഫസ്റ്റ് കമ്പോണൻറ്റ് എയിൽ നിന്നാണ്, സെക്കൻഡ് കമ്പോണൻസ് സിയും ഡിയും അത് ബിയിൽ നിന്നാണ്, അപ്പോൾ അതും ഓക്കെയാണ്. സി ഇസഡ് എ ഇസഡ് ഡി, ഇസഡ് ഫസ്റ്റ് കമ്പോണൻറ്റ് എയിലെ എലമെൻ്റാണ്, എയും ഡിയും സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റ്സ് ആണ്, അപ്പോൾ അതും ഓക്കെയാണ്. ഡി ഓപ്ഷൻ ഡി ഇസഡ് ബി ഓക്കെയാണ്, ഇസഡ് എയിലുള്ള എലമെൻ്റാണ്, ബിയിലുള്ള എലമെൻ്റാണ്, അതൊക്കെയാണ്. വൈ ബി അതും ഓക്കെയാണ്, ഫസ്റ്റ് എലമെൻറ്റ് വൈ എയിൽ നിന്നാണ്, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നാണ്. എ ഡി നോക്കിയേ, എ എവിടുത്തെ എലമെൻറ്റാണ്? ബിയിൽ നിന്നാണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് എവിടെ നിന്നേ വരാവൂ? എയിൽ നിന്നേ വരാവൂ. പക്ഷേ ഓപ്ഷൻ ഡിയിൽ ആ ലാസ്റ്റ് ഓർഡേഡ് പേർ എ ഡി ആണ്, അപ്പോൾ ആ എ ബിയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനിൽ. ഓക്കെ,
അപ്പം ഓപ്ഷൻ ഡി എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ അല്ല. ഏതാണ് അല്ലാത്തതെന്നാണ് ചോദ്യം. ഓക്കെ, question number 6. If R is a relation on a finite set having n elements, then the number of relations on A. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എയിൽ എം എലമെൻസ് ഉണ്ട്, ബിയിൽ എൻ എലമെൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട് എത്ര റിലേഷൻസ് ഉണ്ടാവും? 2m n. എയിൽ നിന്ന് ബിയിലോട്ട് എത്ര റിലേഷൻസ് ഉണ്ടാവും? 2m n. ശരിയല്ലേ? എ ക്രോസ് ബിയിൽ എം എൻ എലമെൻറ്റ്സ് ഉണ്ടാവും. എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ്? എം എൻ എലമെൻറ്റ്സ്. എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടോ അത്രയും റിലേഷൻസ്. അപ്പോൾ 2m n റിലേഷൻസ്. ഇനി ഇവിടെ എയിൽ നിന്ന് എയിലോട്ടാണ്. എയിൽ എൻ എലമെൻറ്റ്സ്, അടുത്ത് എ തന്നെയാണ്, എയിൽ എൻ എലമെൻറ്റ്സ്. അപ്പോൾ എന്ത് വരും? 2n × n. 2 ഇവിടെ m × n എന്ന് പറയുന്ന പോലെ ഇവിടെ 2n × n. n × n എന്താണ്? n². അപ്പോൾ 2n². 2n². അപ്പോൾ എയിൽ n എലമെൻറ്റ്സ് ആണെങ്കിൽ എയിൽ എത്ര റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? 2n². ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, question number 7. Let R be a relation from capital R, set of real numbers, to R, set of real numbers. R is equal to set AB such that A comma B belong to R and A minus B plus √3 is irrational. A minus B plus √3 irrational ആകുമ്പോൾ റിലേറ്റഡ് ആണ്. എ മൈനസ് ബി പ്ലസ് √3 ഇറാഷണൽ ആകുമ്പം അതെന്താണ്? റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ 3,5 റിലേറ്റഡ് അല്ലേ? 3 റിലേറ്റഡ് ടു 5 അല്ലേ? എന്തുകൊണ്ട്? എ 3 - 5, എ മൈനസ് ബി 3 - 5 പ്ലസ് √3 ഇതൊരു ഇറാഷണൽ നമ്പറാണ്. ഇതൊരു എന്ത് നമ്പറാണ്? ഇറാഷണൽ നമ്പറാണ്. 4,9 റിലേറ്റഡ് അല്ലേ? 4 റിലേറ്റഡ് ടു 9 അല്ലേ? എന്തുകൊണ്ട്? 4 - 9 പ്ലസ് √3 ഇറാഷണൽ നമ്പറാണ്. 1,√3 1 റിലേറ്റഡ് ടു √3 ആണോ? 1 റിലേറ്റഡ് ടു √3 ആണോ? 1 - √3 എ മൈനസ് ബി പ്ലസ് √3 ഇറാഷണൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ 1 √3 റിലേറ്റഡ് അല്ല. 1 റിലേറ്റഡ് ടു √3 അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ രണ്ട് എലമെൻറ്റ് റിലേറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ആദ്യത്തെ എലമെൻറ്റ് മൈനസ് രണ്ടാമത്തെ എലമെൻറ്റ് പ്ലസ് √3. ആദ്യത്തെ എലമെൻറ്റ് മൈനസ് രണ്ടാമത്തെ എലമെൻറ്റ് പ്ലസ് √3. അതെന്ത് നമ്പർ ആയിരിക്കണം? ഇറാഷണൽ. അപ്പോൾ റിലേഷൻ ക്ലിയർ ആയല്ലോ. ഇനി ഇത് ഏത് റിലേഷൻ എന്നാണ് ചോദ്യം. റിഫ്ലെക്സീവ് ആണോ അല്ലേ? ഇപ്പോൾ എ മൈനസ് എ പ്ലസ് √3 അത് ഇറാഷണൽ ആണ്. എന്തുകൊണ്ട്? എ മൈനസ് എ 0 പ്ലസ് √3 ഇറാഷണൽ ആണ്. അപ്പോൾ എ റിലേറ്റഡ് ടു എ ആണ്. അപ്പോൾ എന്താണ്? എ റിലേറ്റഡ് ടു എ ആണ്. ശരിയല്ലേ? അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് റിഫ്ലെക്സീവ് ആണ്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് ഇപ്പോൾ ഉടനെ പറയാൻ പറ്റില്ല. കാരണം അത് ഈക്വലൻസ് റിലേഷൻ ആവാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ ചിലപ്പോൾ അത് ഈക്വലൻസ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത് സിമെട്രിക് നോക്കുന്നു. സിമെട്രിക് ഇപ്പം നോക്കിയാൽ √3,1 √3 റിലേറ്റഡ് ടു 1 അല്ലേ? √3 റിലേറ്റഡ് ടു 1 അല്ലേ? എന്തുകൊണ്ട്? ബിലോങ്സ് ടു ആർ ആണ്. എന്തുകൊണ്ട്? √3 - 1 പ്ലസ് √3 ഇത് ഇറാഷണൽ നമ്പറാണ്. ശരിയല്ലേ? ഒരു ഓർഡേഡ് പെയർ ആറിൽ വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് റിലേറ്റഡ് ആവുന്ന എപ്പോഴാണ്? ആദ്യത്തത് മൈനസ് രണ്ടാമത്തത് പ്ലസ് √3 ഇറാഷണൽ ആകുമ്പോൾ. അപ്പോൾ √3 - 1 പ്ലസ് √3 ഇറാഷണൽ ആണ്. ശരിയല്ലേ? അപ്പോൾ അത് റിലേറ്റഡ് ആണ്. ഇനി 1, √3 ബിലോങ് ടു ആർ ആണോ നോക്കിയേ. 1 - √3 പ്ലസ് √3 ഇറാഷണൽ ആണോ? 1 - √3 പ്ലസ് √3 ഇറാഷണൽ ആണോ? അല്ല. ഈ മൈനസ് √3 കട്ട് ചെയ്ത് പോകുമ്പം ഇറാഷണൽ അല്ല. നോട്ട് ഇറാഷണൽ.
സോ 1,√3 ആറിലില്ല. ഉണ്ടോ? അപ്പോൾ നോക്കിയേ, √3 1 ഉണ്ട്, പക്ഷേ 1,√3 ഇല്ല. അപ്പോൾ എന്തല്ല? സിമെട്രിക് അല്ല. അപ്പോൾ എന്തല്ല? സിമെട്രിക് അല്ല. ശരിയല്ലേ? സിമെട്രിക് അല്ല. കാരണം അല്ലാന്ന് പറഞ്ഞാൽ ഒറ്റ എക്സാമ്പിൾ മതിയല്ലോ. √3 1 ഉണ്ട്, പക്ഷേ 1√3 ഇല്ല. അപ്പോൾ സിമെട്രിക് അല്ല. അപ്പോൾ നമുക്ക് ആൻസർ ഉറപ്പിക്കാം. എന്താണ്? റിഫ്ലക്സീവ് ഒള്ളി. റിഫ്ലക്സീവ് ഒള്ളി. ട്രാൻസിറ്റീവ് നോക്കേണ്ട കാര്യമില്ല, കാരണം സിമെട്രിക് അല്ല. അപ്പോൾ പിന്നെ ഇക്വലൻസ് റിലേഷൻ അല്ലല്ലോ. ആണോ? അല്ല. അപ്പോൾ ട്രാൻസിറ്റീവ് നോക്കേണ്ട കാര്യമില്ല. എന്നാലും ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 1,√5 ബിലോങ്സ് ടു ആർ അല്ലേ? സിൻസ് 1 - √5 + √3 ഇറാഷണൽ നമ്പറാണ്. ശരിയല്ലേ? 1√5 ഉണ്ട്, 1 - √5 + √3 ഇറാഷണലാണ്. അടുത്ത √5, √3 ആറിലുണ്ട്. എന്തുകൊണ്ട്? സിൻസ് √5 - √3 ആദ്യത്തത് മൈനസ് രണ്ടാമത്തത് + √3 അത് ഇറാഷണലാണ്. നോക്കിയാൽ √5 - √3 + √3 അത് ഇറാഷണലാണ്. ആണല്ലോ. ഇനി ഇതും കൂടെ എടുക്കുന്നു. 1√3 ആറിലില്ല. എന്തുകൊണ്ടാണ്? 1 - √3 + √3 ഇറാഷണൽ അല്ല. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അല്ല, തെറ്റാണ്. ശരിയല്ലേ? അപ്പോൾ 1√5 ഉണ്ട്, √5 √3 ഉണ്ട്, പക്ഷേ 1√3 ഇല്ല. അപ്പോൾ അതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഇതുപോലെ വേറെയും എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി റിഫ്ലക്സീവ് ഒള്ളിയാണ്, റിഫ്ലക്സീവ് മാത്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ലെറ്റ് R be a real line. R be the real line. Consider the following subsets of the plane R cross R. എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർസാണ്. എല്ലാ ഓർഡേർഡ് പെയർസാണുള്ളത്. നമ്മളൊരു റിയൽ പ്ലെയിൻ, അപ്പോൾ അതിനകത്ത് ഓർഡേർഡ് പെയർസാണുള്ളത്. അപ്പോൾ അതിനകത്ത് എസ് എന്ന് പറഞ്ഞ റിലേഷൻ y = x + 1 ആണ്. ടി എന്ന് പറയുന്ന റിലേഷനിൽ x - y ഇൻറ്റിജറാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. x - y ഈസ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ അത് റിഫ്ലക്സീവ് ആയിരിക്കും. അതായത് x - x 0 ഇൻറ്റിജറാണ്. ഇപ്പോൾ x റിലേറ്റഡ് ടു x ആണ്. x - y ഇൻറ്റിജർ ആണെങ്കിൽ y - x ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ സിമെട്രിക് ആണ്. x - y ഇൻറ്റിജർ ആണ്, y - z ഇൻറ്റിജർ ആണെങ്കിൽ x - z ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ എസ് എന്ന് പറയുന്ന ടി എന്നുള്ള റിലേഷൻ എന്തായാലും ഈക്വലൻസ് റിലേഷനാണ്. നിങ്ങൾക്കറിയാം. എസ് ഈക്വലൻസ് ആണോ? എസ് എന്ന് പറഞ്ഞാൽ y = x + 1. നമ്മളിപ്പോൾ എക്സിന് അവിടെ 0 < x < 2 ആണ്. ഇപ്പോൾ എക്സിന് നമ്മൾ 1 കൊടുക്കാം. എക്സിന് നമ്മൾ 1 കൊടുക്കുന്നു. എക്സിന് 1 കൊടുക്കാം. 0ക്കും 2നും ഇടയ്ക്കുള്ള നമ്പറാണ് എക്സ്. വൈക്ക് ലിമിറ്റ് പറയുന്നില്ല. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ y എന്ത് വരും? 1 + 1 2. അപ്പോൾ 1 2 ബിലോങ് ടു എസ് ആണ്. ശരിയല്ലേ? പക്ഷേ 2 1 ഇല്ല. ഇത് എന്തുകൊണ്ട് 1 2 എസ്സിലായി? എക്സ് കോർഡിനേറ്റ് കൂടെ 1 കൂട്ടുമ്പം y കോർഡിനേറ്റ് കിട്ടും. എക്സ് കോർഡിനേറ്റ് കൂടെ 1 കൂട്ടുമ്പോൾ y കോർഡിനേറ്റ് കിട്ടും. ശരിയല്ലേ? പക്ഷേ 2 1 അങ്ങനെ അല്ല. ഇവിടെ എക്സ് കോർഡിനേറ്റ് കൂടെ 1 കൂട്ടുമ്പം എന്ത് കിട്ടില്ല? y കോർഡിനേറ്റ് കിട്ടില്ല. കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇത് സിമെട്രിക് അല്ല. എന്തല്ല? സിമെട്രിക് അല്ല. പിന്നെ സിമെട്രിക് അല്ല എന്ന് പറഞ്ഞാൽ ഈക്വലൻസ് അല്ലല്ലോ. ഇനി റിഫ്ലക്സീവ് അല്ല കേട്ടോ. 1 1 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ ഇല്ല ഇതിനകത്ത്. ഉണ്ടോ? നമ്മൾ ഇവിടെ റിലേഷൻ വരുന്ന എപ്പോഴാണ്? എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 1 ആഡ് ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് കിട്ടണം. എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ y കിട്ടണം. അപ്പോൾ 1 1 എന്തായാലും വരില്ല. ഇല്ല. അപ്പോൾ റിഫ്ലക്സീവ് അല്ല. അപ്പോൾ ഏതെങ്കിലും അല്ല എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻസ് അല്ല. അപ്പോൾ ടി ഈക്വലൻസ് ആണ്, ബട്ട് ആർ ഈസ് നോട്ട് ഈക്വലൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. R is a relation on n given by capital R is equal to set xy such that 4x plus 3y equal to 20. Which of the following belongs to R? സിമ്പിൾ അല്ലേ? ഈ ഓപ്ഷൻ എടുത്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഓപ്ഷൻ എടുത്ത് ആ റിലേഷനിൽ എക്സിനും വൈക്കും എന്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഓപ്ഷനാണോ അതാണ് ആൻസർ. അവിടെ 2 4 ആണ് ആൻസർ. കാരണം എക്സിന് 2 കൊടുക്കുമ്പോൾ 4 × 2 8, വൈക്ക് 4 കൊടുക്കുമ്പോൾ 3 × 4 12. അതെന്ത് കിട്ടും? 20 കിട്ടും.
That's answer. Question number 10. If R be a relation defined as A related to B if and only if modulus of A minus B greater than 0, then the relation is. ഈ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് അല്ല ആണോ? എന്തുകൊണ്ട്? എ മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 അല്ലല്ലോ, അത് ഈക്വൽ ടു 0 അല്ലേ? ഇവിടെ ഈക്വൽ സൈൻ ഇല്ല. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ എ റിലേറ്റഡ് ടു എ അല്ല, അപ്പോൾ റിഫ്ലക്സീവ് അല്ല. പക്ഷേ സിമെട്രിക് ആണല്ലോ. എ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് ബി മൈനസ് എയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണ്. എന്തുകൊണ്ട്? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0, മോഡുലസ് ബി മൈനസ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് സി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. R is a relation from set 11, 12, 13 to set 8, 10, 12 defined by y is equal to x minus 3. Then R inverse സിമ്പിൾ ആണ്. R എന്താണ്? എക്സിന് നമ്മൾ ആദ്യത്തെ സെറ്റിൽ നിന്നുള്ള നമ്പർ കൊടുക്കണം. എക്സിന് 11 കൊടുക്കുന്നു. എക്സിന് 11 കൊടുത്താൽ 11 മൈനസ് 3, 11 മൈനസ് 3 എന്താ? 8. 8 രണ്ടാമത്തെ സെറ്റിലുണ്ടല്ലോ, ഓക്കെ ആണ്. അടുത്ത് എക്സിന് 12 കൊടുക്കുന്നു. 12 മൈനസ് 3, 12 മൈനസ് 3 9. 9 രണ്ടാമത്തെ സെറ്റിൽ ഇല്ലല്ലോ, അപ്പോൾ അത് വേണ്ട. അടുത്ത എക്സിന് 13 കൊടുക്കുന്നു. 13 മൈനസ് 3 10. 10 അതിനകത്തുണ്ട്. ഓക്കെ, ഇതാണ് ആർ. അപ്പോൾ ആർ ഇൻവേഴ്സ് എന്ത് വരും? സെറ്റ് 8, 11, 10, 13. ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, 8, 11, 10, 13. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ ഇൻവേഴ്സ് ആകുമ്പോൾ തിരിച്ചിടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. On the set n of natural numbers, define the relation R by A related to B if and only if the GCD of A and B. GCD എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. GCD അല്ലെങ്കിൽ HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ശരിയല്ലേ? ഇപ്പോൾ 4ഉം 8ഉം എടുത്തു കഴിഞ്ഞാൽ GCD എന്താണ്? കോമൺ ഫാക്ടേഴ്സിൽ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 4, GCD 4 വരും. ഇപ്പോൾ 6ഉം 2ഉം ആണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണ്? 2 ആണ്. കോമൺ ഫാക്ടേഴ്സിൽ ഫാക്ടേഴ്സ് അതിൽ കോമൺ ഫാക്ടേഴ്സ് അതിൽ ഏറ്റവും വലുത് 2. അറിയാമല്ലോ. 10ഉം 15ഉം HCF അല്ലെങ്കിൽ GCD എന്താണ്? 5. കോമൺ ഫാക്ടേഴ്സിൽ ഹയസ്റ്റ് ഇവിടെ 5 ആണ്. അറിയാമല്ലോ HCF. അത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ GCD എന്ന് പറയുന്നത് ഏത് റിലേഷൻ എന്നാണ് പറയുന്നത്. അല്ല, ഇവിടെ റിലേഷൻ എന്താണ്? GCD ഓഫ് A ആൻഡ് B 2. അപ്പോഴാണ് റിലേറ്റഡ് ആവുന്നത്. രണ്ട് നമ്പേഴ്സിൻ്റെ GCD 2 വരുമ്പോഴാണ് റിലേറ്റഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ 2 ആൻഡ് 4, 2, 4 ഉണ്ട്. അവരുടെ GCD എന്താണ്? 2 ആണ്. ശരിയല്ലേ? 6, 4 ഉണ്ട്. അവരുടെ GCD എന്താ? 4 ആണ്. 2 ആണ്. പക്ഷേ 4, 8 വരില്ല. എന്തുകൊണ്ട്? 4ൻ്റെയും 8ൻ്റെയും GCD 2 അല്ല. 10, 15 വരില്ല. എന്തുകൊണ്ട്? 10ൻ്റെയും 15ൻ്റെയും GCD 2 അല്ല. അപ്പം GCD 2 വരുന്ന ഓർഡേർഡ് പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. 3 റിലേറ്റഡ് ടു 3 ആണോ? അല്ല. എന്തുകൊണ്ട്? 3 റിലേറ്റഡ് ടു 3 അല്ല. എന്തുകൊണ്ട്? 3യും 3യും തമ്മിലുള്ള GCD 2 ആണോ? അല്ല. പിന്നെ എത്ര? 3. അപ്പോൾ അത് റിലേറ്റഡ് അല്ല. അപ്പോൾ 3 റിലേറ്റഡ് ടു 3 അല്ലാത്തതുകൊണ്ട് റിഫ്ലക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണല്ലോ. ഇപ്പോൾ 6ൻ്റെയും 4ൻ്റെയും GCD 2 ആണെങ്കിൽ 4ൻ്റെയും 6ൻ്റെയും GCD 2 ആയിരിക്കും. തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എയുടെയും ബിയുടെയും GCD 2 ആണെങ്കിൽ ബിയുടെയും എയുടെയും GCD എന്ത് തന്നെയായിരിക്കും? 2 ആയിരിക്കും. സിമെട്രിക് തന്നെയാണ്. അപ്പോൾ സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇപ്പോൾ 6 റിലേറ്റഡ് ടു 4 ആണ്. ശരിയല്ലേ? 6ൻ്റെയും 4ൻ്റെയും GCD 6ൻ്റെയും 4ൻ്റെയും GCD എന്താണ്? 2 ആണ്. ശരിയല്ലേ?
4 റിലേറ്റഡ് ടു 18 അല്ലേ? 4 റിലേറ്റഡ് ടു 18 ആണ്. 4ൻ്റെ 18ൻ്റെയും ജി സി ഡി എന്താണ്? 2 ആണ്. അതും 2 തന്നെയാണ്, അപ്പോൾ റിലേറ്റഡ് ആണ്. പക്ഷേ 6 റിലേറ്റഡ് ടു 18 ആണോ? അല്ല. കാരണം എന്താ? 6ൻ്റെയും 18ൻ്റെയും ജി സി ഡി 2 അല്ല. 6,18 ജി സി ഡി എന്തല്ല? 2 അല്ല. 6,18 ജി സി ഡി എന്തല്ല? 2 അല്ല. ശരിയല്ലേ? അപ്പോൾ അവിടെ 6,4 ഉണ്ട്, 4,18 ഉണ്ട്, എന്നാൽ 6,18 ഇല്ല. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഇത് എന്ത് മാത്രമാണ്? സിമെട്രിക് മാത്രമാണ്. ഓക്കെ, സിമെട്രിക് മാത്രമാണ്. Question number 13. The relation R defined in N as A related to B implies and implied by A related to B implies and implied by B is divisible by A. നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻസർ എന്താണ്? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് അല്ല. ശരിയല്ലേ? മുമ്പ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. പോയിഡ് റിലേഷൻ ഓൺ എ സെറ്റ് എ, എം ടി റിലേഷൻ അത് സിമെട്രിക്കും ട്രാൻസിറ്റീവാണ്. എം ടി റിലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എലമെൻസ് ഒന്നുമില്ല. എം ടി റിലേഷൻ എന്ന് പറയുമ്പോൾ എലമെൻസ് ഒന്നും ഇല്ല. ശരിയല്ലേ? അപ്പോൾ അത് എലമെൻസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ സിമെട്രിക് ആണ്. കാരണം എ ബി ഉണ്ടെങ്കിൽ മാത്രം ബി എ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ? അപ്പോൾ അത് സിമെട്രിക് ആണ്. പിന്നെ ട്രാൻസിറ്റീവാണ്. എ ബി ഉണ്ടെങ്കിൽ എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ മാത്രം എ സി ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ എലമെൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് എന്തുമാണ്? ട്രാൻസിറ്റീവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. അവിടെ ബി എ റിലേഷൻ ഓൺ എ സെറ്റ് റിലേഷൻ നോക്കിയാൽ അറിയാം. അവിടെ റിഫ്ലക്സീവ് ആണ്. 3, 3 ഉണ്ട്, 6, 6 ഉണ്ട്, 9, 9 ഉണ്ട്, 12, 12 ഉണ്ട്. അപ്പോൾ അത് റിഫ്ലക്സീവ് ആണ്. പിന്നെ സിമെട്രിക് അല്ല. ആണോ? അല്ല. 6, 12 ഉണ്ട്, 12, 6 ഇല്ല. അപ്പോൾ സിമെട്രിക് അല്ല. ഇപ്പോൾ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് അല്ല. ശരിയല്ലേ? 6, 12 ഉണ്ട്, 12, 6 ഇല്ല. ഇപ്പോൾ റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആയിട്ട് ട്രാൻസിറ്റീവ് ആണ്. എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ എ സി ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16. Let W denotes the words in the English dictionary. Define the relation set xy such that W cross xy belongs to W cross W. അപ്പോൾ വാക്കുകൾ തമ്മിലുള്ളതാണ് റിലേഷൻ. The words x and y have at least one letter in common. മനസ്സിലായി കാണും. എക്സ് എന്ന വാക്കിനും വൈ എന്ന വാക്കിനും മിനിമം ഒരു കോമൺ ലെറ്ററെങ്കിലും ഉണ്ടെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആണ്. എക്സ് റിലേറ്റഡ് ടു എക്സ് അല്ലേ? എക്സ് എന്ന വാക്കും ഒരേ വാക്കാണ്. അപ്പോൾ കോമൺ ലെറ്റർ എന്തായാലും ഉണ്ടാവും. അപ്പം റിഫ്ലക്സീവാണ്, സിമെട്രിക് ആണ്. എക്സ് എന്നുള്ള വാക്കിൽ ഒരു കോമൺ ലെറ്റർ, എക്സും വൈയിലും കോമൺ ലെറ്റർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സിലും വൈയിലുള്ള കോമൺ ലെറ്റർ ടി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വൈക്കും എക്സിനും കോമൺ ലെറ്റർ എന്തുണ്ടാവും? ടി ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓക്കെയാണ്, സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ? അല്ല. ഇപ്പോൾ എക്സിനും വൈക്കും ഒരക്ഷരം കോമൺ, എക്സിനും വൈക്കും ഒരക്ഷരം കോമൺ. ഫോർ എക്സാമ്പിൾ ടി കോമൺ. വൈക്കും ഇസഡിനും വേറൊരു അക്ഷരം കോമൺ, എച്ച് കോമൺ എന്ന് വിചാരിക്കുക. എക്സിനും ഇസഡിനും ഒരേ അക്ഷരം കോമൺ വരണമെന്നില്ല. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ ഉണ്ട്, വൈ റിലേറ്റഡ് ടു ഇസഡ് ഉണ്ട്, പക്ഷേ എക്സ് റിലേറ്റഡ് ടു ഇസഡ് ആവണമെന്നില്ല. മനസ്സിലായി പറഞ്ഞാൽ? അതിങ്ങനെയാണ്. എക്സിനും വൈക്കും നിങ്ങൾക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാൻ പറ്റും. എക്സിനും വൈക്കും, അത് ആദ്യത്തെ വാക്കിലും രണ്ടാമത്തെ വാക്കിലും ഒരക്ഷരം കോമൺ, രണ്ടാമത്തെ വാക്കിലും മൂന്നാമത്തെ വാക്കിലും വേറൊരു അക്ഷരം കോമൺ വരുന്നു, എങ്കിൽ ആദ്യത്തെ വാക്കിലും അവസാനത്തെ വാക്കിലും ഒരേ അക്ഷരം തന്നെ കോമൺ വരണം എന്നില്ല. കോമണേ വരണമെന്നില്ല, അക്ഷരം കോമണേ വരണമെന്ന് ഇല്ല. അങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് അല്ല. മനസ്സിലായോ? ഇപ്പോൾ കുറേ കേസ് നിങ്ങൾക്ക് അങ്ങനെ അല്ല എന്ന് പറയാൻ എക്സാമ്പിൾ കാണുമായിരിക്കും. അതുപോരാ, ഒറ്റ കേസിലെങ്കിലും അല്ല എന്ന് പറഞ്ഞാൽ അത് ട്രാൻസിറ്റീവ് അല്ല. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദ റിലേഷൻ? നോട്ട് കറക്റ്റ് ആണ്. എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ലീവ്സ് വിത്തിൻ 1 കിലോമീറ്റർ ഫ്രം എ. എയും ബിയും റിലേറ്റഡ് ആവുന്ന എപ്പോഴാണ്? എയും ബിയും തമ്മിൽ താമസിക്കുന്ന ആ ഡിസ്റ്റൻസ് 1 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ റിലേറ്റഡ് ആണ്. അപ്പോൾ അത് റിഫ്ലക്സീവാണ്, സിമെട്രിക് ആണ് അല്ലേ? പിന്നെ ആൻറ്റി സിമെട്രിക് അല്ല. ആൻറ്റി സിമെട്രിക് ആവുന്നത് എപ്പോഴാണ്? എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആവുന്നു. അങ്ങനെയല്ല.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ദ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓൺ ദി പവർ സെറ്റ് ഓഫ് പി ഓഫ് എ ഓഫ് സെറ്റ് എ. ഈസ് എ സബ്സെറ്റ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചവൻ പറഞ്ഞ കാര്യമാണ്. ഈസ് എ സബ്സെറ്റ് എന്ത് റിലേഷനാണ്? ആൻറ്റി സിമെട്രിക് റിലേഷനാണ്. എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. നമ്മൾ ക്ലാസ്സിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ആൻറ്റി സിമെട്രിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ദ റിലേഷൻ 1 1 2 2 3 3 നമുക്കറിയാം റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് എ മാത്രമേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. ബി എ റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ എ. അപ്പോൾ എ റിലേറ്റഡ് ടു എ, അവിടെ അതാണ് റിലേഷൻ. അപ്പോൾ അവിടെ എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു എ ആവുന്നത് എപ്പോഴാണ്? എ ഈക്വൽ ടു ബി ആവുന്ന കേസിൽ മാത്രമേ ഉള്ളൂ. കാരണം ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. സോ സിമെട്രിക്കുമാണ്, അറ്റ് ദ സെയിം ടൈം അത് ആൻറ്റി സിമെട്രിക്കുമാണ്. അപ്പോൾ എ അല്ല സിമെട്രിക് മാത്രമല്ല, ആൻറ്റി സിമെട്രിക് മാത്രമല്ല, ഡി അല്ല നൈദർ സിമെട്രിക് നോർ ആൻറ്റി സിമെട്രിക് അല്ല. അപ്പോൾ മോസ്റ്റ് കറക്റ്റ് ആൻസർ ഏതാണ്? സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക്. ഓക്കെ, ദാറ്റ്സ് ഓൾ.